Hi all, welcome to JLearn Speak English. I am Jairam. ഇത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. സോ നമുക്ക് ഡേ 3ലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹാസ്, ഹാവ് എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളെ പറ്റിയിട്ടാണ്. ഹാസ്, ഹാവ് നമ്മൾ ഡു, ഡസ് പഠിച്ച പോലെ തന്നെ ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. എന്താണ് അർത്ഥം? ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഏത് രീതിയിലുണ്ട്? കൈവശമുണ്ട്. അപ്പോൾ ഐ ഹാവ് എ പെൻ, ഐ ഹാവ് എ പെൻ. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇംഗ്ലീഷിൽ രണ്ട് തരം നാമങ്ങളാണുള്ളത്. ഒന്ന് ഒറ്റയ്ക്ക് വരുന്ന നാമങ്ങൾ നമ്മൾ പഠിച്ചു, ഒന്നിലധികം വരുന്ന നാമങ്ങൾ. ഐയും യുവും നമ്മൾ ഒന്നിലധികം വരുന്ന നാമമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു പഠിക്കാം. ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഹി ഹാസ് അവനുണ്ട്, ഷീ ഹാസ് അവൾക്കുണ്ട്, ഇറ്റ് ഹാസ് അതിനുണ്ട്, ട്രീ ഹാസ് മരത്തിനുണ്ട്, ചൈൽഡ് ഹാസ് കുട്ടിക്കുണ്ട്, മോഹൻലാൽ ഹാസ് മോഹൻലാലിന് ഉണ്ട്. ഇനി ഇപ്പുറത്തെ കൂട്ടത്തെ നോക്കൂ, ഐ ഒന്നിലധികമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ തന്നെ ഒന്നിലധികം പേരുടെ വില കൊടുക്കുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നിലധികമായിട്ടാണ് കണക്കാക്കുന്നത്. ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്, ട്രീസ് ഹാവ് മരങ്ങൾക്കുണ്ട്, ചിൽഡ്രൻ ഹാവ് ചൈൽഡ് കുട്ടി, ചിൽഡ്രൻ കുട്ടികൾ ബഹുവചനമാണ്, ചിൽഡ്രൻ ഹാവ്. ഇവിടെ മോഹൻലാൽ ആണെങ്കിൽ ഇവിടെ എണ്ണത്തിൽ ഒന്നിലധികം ഉണ്ട്, മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി. അപ്പം മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ഹാവ്. ഇനി ഉണ്ട് എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. എന്താണ് ഈ ഉണ്ട് എന്ന് പറയുന്നത്? ഒന്ന് കൈവശമുണ്ട്, ഒന്ന് മറ്റൊന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ ഉണ്ട്, ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലെ ആ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഹാവ്, ഹാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റിലേക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് പറഞ്ഞു നോക്കണം. നമ്മൾ ചെയ്ത പോലെ ഹി ഹാസ്, ഷീ ഹാസ്, ഇത് നിങ്ങൾ എത്രത്തോളം പറയുന്നു അത്രത്തോളം നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ തലച്ചോറ് ഇതിനെ രജിസ്റ്റർ ചെയ്യും. ഓക്കെ, സ്റ്റാമ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ഹി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാസ് എന്ന് വന്നോളും. ഞാനൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വ്യാകരണം ഒന്നും അറിയില്ലെങ്കിലും എനിക്ക് കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ വ്യാകരണ നിയമങ്ങളൊന്നും അറിയില്ലല്ലോ, എങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള മലയാളം നമ്മൾ സംസാരിക്കും. എന്തെങ്കിലും തെറ്റാരെങ്കിലും വരുത്തി കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അത്ര അറിവ് നമുക്കുണ്ടാവും. അതെങ്ങനെ വന്നു? നമ്മളൊരു വ്യാകരണം പഠിച്ചിട്ടല്ല. കാരണം ശരിയായിട്ടുള്ള മലയാളം നമ്മൾ കേട്ട് കേട്ട് നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് ശരി എന്താണെന്ന് അറിയാം. എന്തുകൊണ്ട് ശരിയാവുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. അതുപോലെ പ്രാക്ടീസ് ചെയ്ത് പരമാവധി കേൾക്കുക, പരമാവധി റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ബ്രെയിൻ ഇതിനെ കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് പറഞ്ഞു നോക്കുക. ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, ട്രീ ഹാസ്, ചൈൽഡ് ഹാസ്, മോഹൻലാൽ ഹാസ്. ഓക്കെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പറ്റുമെങ്കിൽ ഒരു നോട്ട് എടുത്ത് ഇത് എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ പിന്നെ എവിടെയെങ്കിലും ഒരു ബോർഡൊക്കെ കാണുകയാണെങ്കിൽ ഇങ്ങനെയല്ല ഇത് വരുന്നതെന്ന് നോക്കുക. ഇങ്ങനെയായിരിക്കും വരുന്നത്, കാരണം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്. ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്, ട്രീസ് ഹാവ്. ഇവിടെ ട്രീ ആണെങ്കിൽ ഇവിടെ ട്രീസ് വന്നതുകൊണ്ട് ഹാവ് ഐ. ചിൽഡ്രൻ ഹാവ്, മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ഹാവ്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ട്, കൈവശം ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. ഇനി എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളെ വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ ഹി ഹാസ്, അവന് ഉണ്ട്, ഉണ്ടായിരിക്കുക എന്നുള്ളതൊരു ക്രിയയാണ്. ഓക്കെ, പ്രവൃത്തി പോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അനുഭവിക്കുക എന്നതൊക്കെ ക്രിയയാണ്. ഇഷ്ടപ്പെടുക എന്നതൊരു ക്രിയയാണ്. ആയിരിക്കുക എന്നതൊരു ക്രിയയാണ്. പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല നമ്മൾ ക്രിയ ആയിട്ട് പഠിക്കുന്നത്. അനുഭവിക്കുക ഇതൊക്കെ ഒരു പ്രവൃത്തിയാണ്. ആയിരിക്കുക. ഓക്കെ, അപ്പം ഞാനൊരു ടീച്ചറാണ്, ഞാൻ ടീച്ചർ ആണ്. 3 കാര്യങ്ങളല്ലേ ഉള്ളത്. അതിൽ ആണ്, ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ക്രിയ, വേറെ ക്രിയയൊന്നുമില്ല. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു ക്രിയയാണ് അല്ലേ. വേറെ ക്രിയ ഇല്ലാത്ത പക്ഷം ആയിരിക്കുക എന്നതൊരു ക്രിയയാണ്. ഓക്കെ, അപ്പോൾ ക്രിയ എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമല്ല, ആയിരിക്കുക എന്നതും ഒരു ക്രിയയായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അതുപോലെ ഉണ്ട്, കൈവശമുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കാര്യം അതൊരു ക്രിയയാണ്. അപ്പോൾ ഹി ഹാസ് എ കാർ. നോക്കൂ, ഹി ഹാസ് എ കാർ, ഹി ഹാസ് എ കാർ. നമ്മൾ പഠിച്ച അതേ പാറ്റേൺ തന്നെയല്ലേ? സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഈ പാറ്റേൺ ആദ്യം സബ്ജക്റ്റ് വരുന്നു, പിന്നെ വെർബ് വരുന്നു, പിന്നെ ഒബ്ജക്റ്റ് വരുന്നു. നിങ്ങളൊക്കെ കമൻസിൽ എഴുതുന്നത് ഞാൻ കാണുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെയാണ് 99% ആൾക്കാർ എഴുതുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു.
ഇപ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഹി കാർ ഹാസ് ശരിയല്ല, കാർ ഹി ഹാസ് ശരിയല്ല, കാർ ഹാസ് ഹി ശരിയല്ല, അർത്ഥം തിരിഞ്ഞുപോയി. അപ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ആരാണ്? ഈ ഉണ്ടായിരിക്കുക എന്ന വെർബ് ചെയ്യുന്ന ആള്. ആർക്കാണുള്ളത്? അയാളാണ് സബ്ജക്റ്റ്. പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്, അല്ലെങ്കിൽ ആ സെന്റൻസിലെ പ്രധാന കഥാപാത്രമാണ് സബ്ജക്റ്റ്. ഓക്കെ, അത് ആദ്യം വരണം. ഹി ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുന്ന പോലെ ഹി ഹാസ് എ കാർ, ഹി ഹാസ് ഐസ്ക്രീം എന്ന് പറയുന്ന പോലെ തന്നെ. ഓക്കെ, ഹി ഹാസ് എ കാർ, അവന് കാർ ഉണ്ട്. ഇത് ആർക്കൊക്കെ പറ്റും? ഹി പറയുന്ന പോലെ ഷീ ഹാസ് എ കാർ. ഇറ്റ് ഹാസ് എ കാർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് നമ്മൾ മനുഷ്യരെ പറ്റി പറയുന്ന കാര്യമല്ല. ഇറ്റ് വസ്തുക്കളെ പറ്റി പറയാം, കമ്പ്യൂട്ടറിനെ പറ്റി പറയാം. ഓക്കെ, ഇറ്റ് ഹാസ് എ പ്രോബ്ലം, ഇറ്റ് ഹാസ് സം പ്രോബ്ലം എന്ന് ചിലപ്പോൾ പറയും. ഇറ്റ് ഹാസ് സം പ്രോബ്ലം. ഇപ്പോൾ കമ്പ്യൂട്ടർ നന്നാക്കാൻ വരുമ്പോഴോ മിക്സി നന്നാക്കാൻ വരുമ്പോഴോ ഒക്കെ നമുക്കിത് പറയാം, ഇറ്റ് ഹാസ് സം പ്രോബ്ലം. അതിനെന്തോ പ്രോബ്ലം ഉണ്ട്, അതിലെ ഉണ്ട് ആണ് ഈ ഹാസ് എ ഹാവ്. ഓക്കെ, ഇറ്റ് ഒറ്റയ്ക്ക് വരുന്ന കാര്യമാണ്, അത് നമ്മൾ ചൂണ്ടി പറയുന്ന പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഇറ്റ് ഹാസ് എ പ്രോബ്ലം, ഇറ്റ് ഹാസ് എ കാർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ട്രീ, ട്രീക്ക് കാർ ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ട്രീ ഹാസ് എ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ട്രീ ഹാസ് എ ലാർജ് ബ്രാഞ്ച് എന്നോ റൂട്ട് എന്നോ ഒക്കെ പറയാം ട്രീക്കുള്ള കാര്യങ്ങൾ. പക്ഷെ ട്രീ ഹാസ് എ കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാകരണത്തിൽ ശരിയാണ്. ചിലപ്പോൾ കുട്ടികളുടെ നോവലിലൊക്കെ മരങ്ങൾ, സംസാരിക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടാവും, ജോലിക്ക് പോകുന്ന മരങ്ങളുണ്ടാവും ഇല്ലേ? നമ്മൾ ബാലഭൂമി, ബാലമംഗളത്തിലൊക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള കാർട്ടൂൺ പരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മരങ്ങൾ സംസാരിക്കുന്നതൊക്കെ കാണാം. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഈ ഗ്രാമർ ശരിയാണ്, അർത്ഥം ശരിയാവില്ല എന്നേ ഉള്ളൂ. ഗ്രാമർ പരം ട്രീ ഹാസ് ആണ് വരേണ്ടത്. ഓക്കെ, ചൈൽഡ് ഹാസ് എ ടോയ്, ചൈൽഡ് ഹാസ് എ ടോയ്. നോക്കൂ, ചൈൽഡിന് ഉണ്ട് എന്ത്? എ ടോയ്. അപ്പോൾ മലയാളത്തിൽ ചൈൽഡിന് ഉണ്ട് ഒരു ടോയ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. ചൈൽഡ് ഹാസ്, ഹി ഹാസ്, ഷീ ഹാസ്, എന്നിട്ട് പിന്നെ ഒബ്ജക്റ്റ് പറഞ്ഞാൽ മതി. എന്താണോ ഉണ്ടായിരിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ് അല്ലേ? കാർ ഉണ്ട്, എന്താണോ ഉള്ളത് അതാണ് ഒബ്ജക്റ്റ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ എന്താ? വെർബിൻ്റെ അടുത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റായി. വെർബിൻ്റെ അകത്ത് ഉണ്ട്, എന്താണുള്ളത്? കാറാണ്. അപ്പോൾ അത് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ചൈൽഡിന് ഉണ്ട് എന്ത്? ടോയ്, കളിപ്പാട്ടം. ടോയ് എന്ന് പറയുന്നത് കളിപ്പാട്ടം. ഓക്കെ, മോഹൻലാൽ ഹാസ്, മോഹൻലാൽ ഹാസ് എ BMW. ഓക്കെ, BMW എന്താണ്? ഒരു വിലക്കൂടിയ കാറാണ് അല്ലേ? മോഹൻലാലിനുണ്ട് ഒരു BMW. നമ്മളെങ്ങനെ പറയും? മോഹൻലാൽ ഹാസ് എ BMW. മോഹൻലാൽ ഈ കൊല്ലം ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ട് എന്നെങ്ങനെ പറയും? മോഹൻലാൽ ഹാസ് എ സൂപ്പർ ഹിറ്റ്. ഈ കൊല്ലം എന്നുള്ളതിന് ദിസ് ഇയർ, സമയമൊക്കെ നമ്മൾ അവസാനം പറയാം. ഓക്കെ, ഒക്കെ നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ മോഹൻലാൽ ഹാസ്, മോഹൻലാലിനുണ്ട് എ സൂപ്പർ ഹിറ്റ്. ഇനി നമുക്ക് ഇപ്പുറത്തുള്ള കാര്യം പറയാം. ഐ വരികയാണെങ്കിൽ ഹാസ് അല്ല, ഹാവ് ആണ് വരിക. അപ്പോൾ ഐ ഹാവ് ഇത് പറ്റിയിട്ട് എ കാർ. ഐ ഹാവ് എ കാർ. യു ഹാവ് എ ടോയ്. നിനക്കൊരു ടോയ് ഉണ്ട്, യു ഹാവ് എ ടോയ്. ഓക്കെ, നിനക്കൊരു പണിയുണ്ട് എന്നെങ്ങനെ പറയും? യു ഹാവ് എ ജോബ്. നിനക്കൊരു ജോബ് ഉണ്ട്, യു ഹാവ് എ ജോബ്. നിനക്കൊരു ജോലിയുണ്ട്, യു ഹാവ് എ ടാസ്ക്. നിനക്കൊരു ടാസ്ക് ഉണ്ട് ചെയ്യാനായിട്ട്. യു ഹാവ്. വി ഹാവ് എ കാർ. ഞങ്ങൾക്കൊരു കാറുണ്ട്. നമ്മൾ എങ്ങനെ പറയാത്? വി ഹാവ് എ കാർ, അല്ലെങ്കിൽ വി ഹാവ് എ ഹൗസ്. വി ഹാസ് അല്ല, വി ഹാവ്. പറഞ്ഞു നോക്കുക, വി ഹാവ് എന്ത് ഒബ്ജക്റ്റും ആവാം, എന്താണോ ഉള്ളത് അതൊക്കെ ആകാം. വി ഹാവ് എ കാർ, വി ഹാവ് എ ഹൗസ്. ദേ ഹാവ് എ കാർ. എങ്ങനെ പറയും? ഇതൊക്കെ ഹാവിൻ്റെ ആണേ, അപ്പുറത്ത് എഴുതിയേക്കുന്നത് ഹാസ് ആണെന്നുള്ളൂ. അപ്പോൾ ദേ ഹാവ് വെച്ചിട്ട് എന്ത് ഒബ്ജക്റ്റും ആലോചിച്ചോളൂ. ദേ ഹാവ് എ കാർ, ദേ ഹാവ് എ ഹൗസ്. ട്രീസ്. അപ്പോൾ ട്രീസ് ഹാവ് റൂട്ട്സ്. റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? വേരുകൾ. അപ്പോൾ ട്രീസ് ഹാവ് റൂട്ട്സ്, വേരുകൾ ഉണ്ട്. റൂട്ട്, വേര്. റൂട്ട്സ് എന്ന് പറയുമ്പോൾ വേരുകൾ. ട്രീസ് ഹാവ് റൂട്ട്സ്. ചിൽഡ്രൻ ഹാവ് ടോയ്. ടോയ്സ് ആവും. കാരണം എന്താ? കുട്ടികൾക്ക് ടോയ് ഉണ്ടെന്നല്ലോ, കളിപ്പാട്ടങ്ങൾ ഉണ്ടെന്നല്ലേ പറയാം. അപ്പോൾ അതിവിടെ എസും കൂടെ ചേർത്താൽ ഒന്നിലധികം എന്നുള്ള അർത്ഥമായി. അപ്പോൾ ചിൽഡ്രൻ ഹാവ് ടോയ്സ്. ഓക്കെ, ഇനി ഇവിടെ മോഹൻലാലിന് നമ്മളൊരു ഹിറ്റ് കൊടുത്തു. അപ്പോൾ മോഹൻലാലിന് മമ്മൂട്ടിക്ക് ഒരു ഹിറ്റ് കൊടുക്കാം. മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ഹാസ് അല്ല, ഹാവ്. മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ഒന്നിലധികം വന്നുകൊണ്ട് ഹാവ്. മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ഹാവ് എ സൂപ്പർ ഹിറ്റ്, അല്ലെങ്കിൽ ഹാവ് സൂപ്പർ ഹിറ്റ്സ്. സൂപ്പർ ഹിറ്റുകളുണ്ട് അല്ലേ? രണ്ടുപേരുണ്ട്. സൂപ്പർ ഹിറ്റ്സ്, സൂപ്പർ ഹിറ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഉണ്ട് എന്ന് പറയാൻ വേണ്ട, കൈവശമുണ്ട്. ഇപ്പം എന്താ? ഐ ഹാവ് എ പെൻ, ഐ ഹാവ് എ വാച്ച്, ഐ ഹാവ് എ ക്ലാസ്. എനിക്കൊരു ക്ലാസ് ഉണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ
ഹാവ് വരുന്ന ആരൊക്കെയാണെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്, ട്രീസ് ഹാവ്, പെൻസ് ഹാവ്. ഓക്കെ, ഇന്ത്യൻസ് ഹാവ്. ഓക്കെ, ഇന്ത്യൻസ് ഹാവ് എന്ന് പറഞ്ഞ് നമുക്ക് ഇന്ത്യക്കാരെ പറ്റി മൊത്തം പറയാം. ഇന്ത്യൻസ് ഹാവ് ലോട്ട് ഓഫ് ഫെസ്റ്റിവൽസ്. ലോട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താ? ലോട്ട് ഓഫ്, ഒരുപാട്. ഇന്ത്യൻസ് ഹാവ് എ ലോട്ട് ഓഫ് ഫെസ്റ്റിവൽസ്. ഓക്കെ, ഇന്ത്യൻസ് ഹാവ് ഗുഡ് ഫുഡ്. ഫുഡ് എന്ന് പറയുന്നത് ഭക്ഷണം, ഗുഡ് നല്ലത്. ഇന്ത്യൻസ് ഹാവ്, ഇന്ത്യൻസിനുണ്ട് ഗുഡ് ഫുഡ്സ്, നല്ല ഫുഡ്. അതുപോലെ ഒന്നിലധികം വരുന്ന ആൾക്കാർ, ജോൺ ആൻഡ് ബി, മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി. ഒറ്റയ്ക്ക് വരികയാണെങ്കിലോ മോഹൻലാൽ ഹാസ്, ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, ട്രീ ഹാസ്, ചൈൽഡ് ഹാസ്. ഓക്കെ, അപ്പോൾ ഹാസും ഹാവും നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു. ഉണ്ട് എന്നുള്ളതാണ്, കൈവശമുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. കയ്യിലുണ്ട്. ഇനി നമുക്കിതിൻ്റെ കഴിഞ്ഞ കാലം, അതായത് ഉണ്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഉണ്ടായിരുന്നു, എനിക്ക് ഒരു കാർ ഉണ്ട്, അത് നമ്മൾ പഠിച്ചു. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയണ്ടേ? അപ്പോൾ ഈ ഹാസിൻ്റെ ആൾക്കാർക്കും ഹാവിൻ്റെ ആൾക്കാർക്കും ഒരുമിച്ച് ഹാഡ് എന്ന് പറയാം. ഹാഡ്, ഉണ്ടായിരുന്നു. ഹി ഹാസ്, ഷീ ഹാസ്, ഐ ഹാവ്, വി ഹാവ്. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ്, ഹാഡാണ്. ഇനി നമുക്ക് അത് നോക്കാം. ഓക്കെ, നമുക്കിനി ഹാഡ് എന്താണെന്ന് നോക്കാം. ഹാഡ് എന്താണ് ഞാൻ പറഞ്ഞത്? ഉണ്ടായിരുന്നു. ഹാസ് ഹാവ് ഉണ്ടാവുക, ഉണ്ടായിരിക്കുക, പറയുന്ന സമയത്ത് ഉണ്ടായിരിക്കുക. ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സമയത്ത് ഉണ്ട്, എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നല്ല അർത്ഥം, ഉണ്ട് എന്നർത്ഥം. ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും? ഹാഡ്. അതെല്ലാവർക്കും സെയിം എന്ന് ഞാൻ പറഞ്ഞു. മറ്റേ വിഭാഗീയതയൊന്നുമില്ല. എണ്ണത്തിൽ ഒറ്റയ്ക്കുള്ളവരെന്നോ എണ്ണത്തിൽ ഒന്നിലധികം ഉള്ളവരെന്നില്ല. ആർക്കും നമുക്ക് ഹാഡ് ഉപയോഗിക്കാം, ആർക്കും ഹാഡ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതും കൂടെ പഠിക്കാം. ജോൺ ആൻഡ് റാം ഹാഡ്. ജോൺ ആൻഡ് റാമിന് ഉണ്ടായിരുന്നു. ജോൺ ആൻഡ് റാം ഹാഡ് ക്ലാസ്. അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. ജോൺ ആൻഡ് റാം അവിടെ പോയി. ജോൺ ആൻഡ് റാമിന് ക്ലാസ് ഉണ്ടായിരുന്നു. നേരത്തെ ഇന്നലെ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ക്ലാസ് ഉണ്ടായിരുന്നു. ജോൺ ഹാഡ് ക്ലാസ്. ഒറ്റയ്ക്കായപ്പോഴും ഹാഡ് തന്നെ പറയാം. ജോൺ ഹാഡ് ക്ലാസ്. ഐ ഹാഡ്, എനിക്കുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഐ ഹാഡ് എ വാച്ച്. എനിക്കൊരു വാച്ച് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ വാച്ച്. എനിക്ക് പണ്ടൊരു വാച്ച് ഉണ്ടായിരുന്നു. വി ഹാഡ്, ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്തുവാകാം? വി ഹാഡ് എ ഹൗസ്. ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. വി ഹാഡ് എ ഹൗസ്. വി ഹാഡ് എ ഹൗസ്. ഡൽഹിയിൽ വീടുണ്ടായിരുന്നു, അങ്ങനെ പറയും. ഇൻ ഡൽഹി. വി ഹാഡ് എ ഹൗസ് ഇൻ ഡൽഹി. പിന്നെ ചേർത്താൽ മതി ബാക്കി. ഓക്കെ, ഇൻ ഡൽഹി. അപ്പോൾ ഇന്നും കൂടെ നമ്മൾ പഠിക്കുകയാണേ, ഓർക്കണേ. ഇൻ ഡൽഹി. വലിയ സ്ഥലങ്ങളെയൊക്കെ നമുക്ക് ഇന്നെന്ന് പറയാം. വലിയ സ്ഥലങ്ങളെ ഇന്നെന്ന് പറയാം. ഈ ഹാഡ് എ ഹൗസ്. ഈ ഹൗസും ഡൽഹി നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഇൻ. അതിനെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയാതെ നമ്മൾ പഠിക്കും. കണക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇന്ന്, ഓഫ്, ഫോർ, അതൊക്കെ. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്നതാണ് ഇൻ, അല്ലേ? ഡൽഹിയിൽ എന്ന് പറയുന്ന ഇൽ എന്നുള്ളതാണ് ഇൻ. അപ്പോൾ വി ഹാഡ് എ ഹൗസ്, അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. വി ഹാഡ്. ഹി ഹാഡ്. ഓക്കെ, ഹി ഹാഡ് എന്തും പറയാം. ഹി ഹാഡ്, അവനുണ്ടായിരുന്നു. ഹി ഹാഡ് എ ടോയ്. അവനൊരു ടോയ് ഉണ്ടായിരുന്നു, കളിപ്പാട്ടം. ടോയ് എന്ന് പറയുന്നത് കളിപ്പാട്ടം. ഷീ ഹാഡ്. ഷീ ഹാഡ് എ ക്ലാസ്. ഷീ ഹാഡ് എ ഗിറ്റാർ. അവൾക്കൊരു ഗിറ്റാർ ഉണ്ടായിരുന്നു. ദേ ഹാഡ്, അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ്. നേരത്തെ ഉണ്ട് എന്ന് പറയുന്ന കാര്യം പഠിച്ചു. ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഹാഡ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, നമുക്കിനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ടല്ലോ, അതൊന്ന് റിവൈസ് ചെയ്തിട്ട് ഇതിലേക്ക് അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യം നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നു, എന്നിട്ട് അതൊന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു റിവിഷൻ ചെയ്യുകയാണ്, എന്നിട്ട് അത് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇതിന് മുന്നേ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിലേക്ക് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭാഷ ശരിക്കും പഠിക്കാൻ പറ്റുക. നമ്മൾ ഡു, ഡസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഡൂവിൻ്റെ കാര്യം, ഡസ്സിൻ്റെ കാര്യം. ഡസ്, ഡു ആർക്കൊക്കെയാണ് വരുന്നത്? ഐ ഡു. ചോദ്യമാകുമ്പോൾ ഡു ഐ. വി ഡു, ഡു വി. നിങ്ങളൊക്കെ കമൻറ്റിൽ കൃത്യമായിട്ട് ഉത്തരം എഴുതിയായിരുന്നു. ദേ ഡു, ദേ ഡു കുക്കിംഗ്. അവർ കുക്കിംഗ് ചെയ്യാറുണ്ട്. യു ഡു, യു ഡു യോഗ. നീ യോഗ ചെയ്യാറുണ്ട്. യു ഡു എക്സസൈസ്. നീ എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഐ ഡു എക്സസൈസ് എവറി ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഡു. റാം ആൻഡ് ടോം. റാം ആൻഡ് ടോം ഒന്നിലധികം വരുന്ന നാമങ്ങൾ അല്ലേ? എണ്ണത്തിൽ ഒന്നിലധികം വരുന്ന നാമങ്ങൾക്കൊക്കെ ഡു ആണെന്ന് നമുക്ക് അറിയാം. റാം ആൻഡ് ടോം ഡു. ട്രീസ് ഡു. ട്രീസ് ഡു.
അപ്പോൾ നമ്മളിത് പഠിച്ചത് എന്താ, വെർബിൻ്റെ മുമ്പിലും ഈ പറയുന്ന സാധനം നമുക്ക് ചേർക്കാം, എന്നിട്ട് തിരിച്ചിട്ടാൽ ക്വസ്റ്റ്യൻ ആയി അല്ലേ, അതല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഐ ലൈക്ക് ഐസ്ക്രീം എന്നത് എന്താണ്, ഐ ഡു ലൈക്ക് ഐസ്ക്രീം എന്നും പറയാം. ഐ ഡു ലൈക്ക് ഐസ്ക്രീം. അതിൻ്റെ ഒപ്പം നെഗറ്റീവ് ചേർത്താൽ ഐ ഡു നോട്ട് ലൈക്ക് ഐസ്ക്രീം. ഐ ഡു നോട്ട് ലൈക്ക് ഐസ്ക്രീം. ഹി ആവുമ്പോഴോ ഹി ഡസ് ലൈക്ക് ഐസ്ക്രീം, അല്ലെങ്കിൽ ഹി ലൈക്സ് ഐസ്ക്രീം എന്ന് പറയാം. ഡസിൻ്റെ ആസ് ലൈക്കിൽ ചേർത്ത് ലൈക്സ് ആവും. അപ്പോൾ ഹി ലൈക്സ് ഐസ്ക്രീം എന്ന് നമുക്ക് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹി ലൈക്സ്, ഷീ ലൈക്സ്, ഇറ്റ് ലൈക്സ്, ജോൺ ലൈക്സ്. ജോൺ ലൈക്സ് ഐസ്ക്രീം. അപ്പോൾ ജോണിൻ്റെ പോലെ എണ്ണത്തിൽ ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാർക്ക് ഡസ് ആണ് വരിക. അപ്പോൾ ഡസ് ജോൺ ലൈക്ക് ഐസ്ക്രീം. ഡസ് ജോൺ ലൈക്ക് ഐസ്ക്രീം. ഡസ് ഹി ലൈക്ക് ഐസ്ക്രീം. ഡസ് ഷീ ലൈക്ക് ഐസ്ക്രീം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ നിങ്ങളൊരു നോട്ടിൽ എഴുതി പോവുകയാണെങ്കിൽ റെഫർ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ. ഡസ് ഷീ, ഡസ് ഹി, ഡസ് ഇറ്റ്, ഡസ് ദ ട്രീ, ഡസ് ജോൺ, ഡു യു, ഡു ദേ ലൈക്ക് ഐസ്ക്രീം എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഡു ദേ ലൈക്ക് ഐസ്ക്രീം. അവർക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഇനി ഇതിലേക്ക് നമുക്ക് എങ്ങനെ അതിനെ കൊണ്ടുവരാം നോക്കൂ. സെയിം സാധനം തന്നെയാണ്. ഹി ഹാസ് എ കാർ എന്നല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്. അവനൊരു കാറ് ഉണ്ട്. ശരിക്കും ഇതെന്താണ്, ഹി ഡസ് ഹാവ് എ കാറിൻ്റെ ഇത് ചേരുമ്പോഴാണ് എന്താവുന്നേ, ഹാസ് ആവുന്നേ. ഓക്കെ. ലൈക്സ് ആവുന്നത് എങ്ങനെയാണ്, ഡസ് ലൈക്ക് ചേരുമ്പോൾ ലൈക്സ് ആയി നമ്മൾ പഠിച്ചു. ഹി ഷീ ഇറ്റ് ഒറ്റയ്ക്ക് വരുന്ന പേരുകൾക്കൊക്കെ എന്താണ്, ലൈക്സ് ആവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹി ലൈക്സ് ഐസ്ക്രീം എന്ന് പറയുന്ന പോലെ ഹി ഹാസ് എ കാർ വരുന്നത് ഡസ് പ്ലസ് ഹാവ് ഹാസ് ആവും. ഓക്കെ. ഈ എസ് എപ്പോഴും ഈ എസ് എന്നുള്ള ശബ്ദം കൊടുക്കുകയാണ്. ഉണ്ട് എന്നുള്ളതിന് ഹാവിന് ഹാസ് ആക്കി കളഞ്ഞു. അപ്പോൾ ഹി ഹാസ് എ കാർ. ദേക്ക് എന്താണ്, ദേ ഡു ഹാവ് ആണ്. അതിന് എസ് ഒന്നും ചേർക്കാനില്ല. അതുകൊണ്ട് ദേ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ മതി. ഇത് നമ്മളിങ്ങനെ പഠിക്കുന്നത് എന്തിനാണ്, വീണ്ടും കഴിഞ്ഞ കാര്യം പോലെ തന്നെയാണ്, നമുക്ക് ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രൂപം എന്ന് നിങ്ങൾ ഓർക്കുക. ഇതാണ് ഇതിൻ്റെ രൂപം എന്ന് ഓർത്തിട്ട് ഇതിങ്ങോട്ടിട്ട് നോക്കി, ചോദ്യമായി. നമ്മളൊരു സെൻറ്റൻസ് പഠിച്ചു, അതിൻ്റെ ചോദ്യം ഉണ്ടാക്കാനും പഠിച്ചു കഴിഞ്ഞു. ഇത് ഇവിടെ ഇടുമ്പോൾ എന്താവും, ഡസ് ഹി ഹാവ് എ കാർ. ഡസ് ഹി ഹാവ് എ കാർ. ഡസ് ഹി ഹാവ് എ കാർ. അവനൊരു കാർ ഉണ്ടോ. ഡസ് ഹി ഹാവ് എ കാർ. ഡസ് ഷീ ഹാവ് എ കാർ. ഡസ് ഷീ ഹാവ് എ കാർ. അപ്പോൾ ഷീ ഹാസ് എ കാർ എന്നുള്ളത് ചോദ്യമാകുമ്പോൾ ഷീയുടെ ഒപ്പം വരുന്ന ചോദ്യം എന്താ, ഡസ് ആണ് അല്ലേ. ഡസ് ഷീ, പിന്നെ ഹാസ് അല്ല, പിന്നെ ഹാവ് ആണ്. ചോദ്യം വരുമ്പോൾ എല്ലാം ഉണ്ടോ എന്നുള്ളതിന് ഹാവ് ആണ്. അതിൻ്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ഈ ഡസ് ഹാവിൻ്റെ ഡസ് ഇപ്പുറത്ത് വരുമ്പോഴാണ് ശരിക്കും ആ ഹാവ് മാത്രമായിട്ട് ബാക്കി നിൽക്കും. നമ്മൾ പഠിക്കുമ്പോൾ ഹി ഹാസ് എ കാർ എന്ന് പഠിച്ചാൽ മതി. ചോദ്യം വരുമ്പോൾ ഡസ് ഹി ഹാവ് എ കാർ എന്ന് ചോദിക്കണം, അത്രയേ ഉള്ളൂ. ഡു ആണെങ്കിൽ ആ പ്രശ്നമില്ല. ഡു ഹാവ് തന്നെയാണ്. ദേ ഹാവ് എ കാർ അത് തന്നെയാണ്. ദേ ഡു ഹാവ് എ കാർ. അത് ചോദ്യമാക്കാൻ എന്താ എളുപ്പമാണ്. ഡു ദേ ഹാവ് എ കാർ. ഡു ദേ ഹാവ് എ കാർ. യു ഹാവ് എ കാർ. നിനക്കൊരു കാർ ഉണ്ട്. സെൻറ്റൻസ് ആണ് അല്ലേ, നമ്മൾ പറയാം യു ഹാവ് എ കാർ. നിനക്കൊരു കാർ ഉണ്ട്. ചോദ്യമാക്കാൻ യു ഡു ഹാവ് എ കാർ എന്നാണ് അതിൻ്റെ മറ്റൊരു രൂപം. ഹാവ് എന്ന് പറയുന്നത് ഡു പ്ലസ് ഹാവ് ആണ്. ഡു ഹാവ്. ഓക്കെ. അപ്പോൾ ഡു യു ഹാവ് എ കാർ. നിനക്കൊരു കാർ ഉണ്ടോ. ഡു യു ഹാവ് എ കാർ. ഇത്തിരി കോംപ്ലക്സ് ആണെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഹി ഡസ് ഹാവ് ആണ് നമ്മൾ ഹാസ് ആക്കി നേരത്തെ പഠിച്ചത്. അത് മനസ്സിലായല്ലോ. ഹി ഹാസ്. എങ്ങനെ ഹി ഹാസ് ആയി, ഹാവ് ആണ് ഉണ്ടാവുക എന്നുള്ളത്. അതിൻ്റെ ഒപ്പം എണ്ണത്തിൽ ഒറ്റയ്ക്ക് വരുന്നവർക്ക് ഒരു സപ്പോർട്ടിന് നമ്മൾ ഡസ് കൊടുക്കും. എസ് ഫോർ സപ്പോർട്ട്. സ് എന്നുള്ള ശബ്ദം ഡസ്. അപ്പോൾ ഹാവിന് സ് എന്നുള്ള ശബ്ദം കൂടെ വന്നപ്പോൾ ഹാസ് ആയി. അപ്പോൾ ഹി ഹാസ് എ കാർ. ഹി ഹാസ് എ കാർ എന്നുള്ളത് ശരിക്കും എന്താണ്, ഹി ഡസ് ഹാവ് എ കാർ. ഹീയുടെ ഒപ്പമാണ് ഡസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഹി ഡസ് ഹാവ് എ കാർ. ഹി ഡസ് ഹാവ് എ കാർ ആണ് അതിൻ്റെ രൂപം. ചോദ്യമായപ്പോൾ ഡസ് ഹി ഹാവ് എ കാർ. തിരിച്ചിട്ടാൽ മതി, ഡസ് ഇപ്പുറത്തിട്ടാൽ മതി. ഡസ് സപ്പോർട്ടിന്, സഹായത്തിന് വന്ന വെർബാണ്. സഹായ ക്രിയ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. സഹായക്രിയ എന്നാണ് ശരിക്കും എന്നെ വിളിക്കുന്നത്. ഓക്കെ. ഹി ഡസ് ഹാവ് എ കാർ. എണ്ണത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ ചേട്ടന്മാർക്ക് ആരൊക്കെയാ, ഹി, ഷീ, ഇറ്റ്. പിന്നെ ഒറ്റയ്ക്ക് വരുന്ന ജോൺ പോലെ ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാർ, മരം പോലെ ഒറ്റയ്ക്ക് വരുന്ന, മരങ്ങളല്ല മരം പോലെ ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാർ. ഓക്കെ. ഹി, ഷീ, ഇറ്റ്,
ഒറ്റയ്ക്ക് വരുന്ന നാമങ്ങൾ ഇങ്ങനെ പഠിക്കുക. ഹി ഷീ ഇറ്റ് ഒറ്റയ്ക്ക് വരുന്ന നാമങ്ങൾക്ക് ഡസ് ആണ്. അപ്പോൾ ഡസ് ഹി, ഡസ് ഷീ, ഡസ് ഇറ്റ്, ഡസ് ജോൺ, ഡസ് ട്രീ, ഡസ് ഹി, ഡസ് ഷീ, ഡസ് ഇറ്റ്, ഡസ് ജോൺ, ഡസ് ട്രീ. അതാണ് നമ്മളിവിടെ റിവിഷൻ ചെയ്തത്. ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്, ട്രീ ഡസ്, ജോൺ ഡസ്. കൂടെ പറയാം, ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്, ട്രീ ഡസ്, ജോൺ ഡസ്. ഐ ഡു, വി ഡു, ദേ ഡു, യു ഡു, ജോൺ ആൻഡ് റാം ഡു, ട്രീസ് ഡു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിലുണ്ടല്ലോ പരമാവധി പറയുക. ഇതിൻ്റെ അർത്ഥമൊക്കെ ചകഞ്ഞ് നോക്കി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മലയാളം പഠിച്ച പോലെ തന്നെ എത്രത്തോളം പറയുന്നു, എത്രത്തോളം അത് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. ഞാൻ അർത്ഥം കൂടി പറഞ്ഞു തരണമെന്നുള്ളൂ. ഓക്കെ, ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ പഠിക്കുക. ഐ ഡു, വി ഡു, ദേ ഡു, യു ഡു, ജോൺ ആൻഡ് റാം ഡു, ട്രീസ് ഡു. പിന്നെ ആരെങ്കിലും ജോൺ ആൻഡ് റാം ഡസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ശരിയല്ലല്ലോ, ഞാനത് അങ്ങനെയല്ലോ പഠിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഐ ഡു, വി ഡു, ദേ ഡു, യു ഡു, ജോൺ ആൻഡ് റാം അല്ലെങ്കിൽ ജോൺ ആൻഡ് ടോം ഡു, ട്രീസ് ഡു. ഇവിടെയാണെങ്കിലോ ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്, ട്രീ ഡസ്, ജോൺ ഡസ്. ചോദ്യം വരുമ്പോൾ തിരിച്ച് ഡസ് ഹി, ഡസ് ഷീ, ഡസ് ഇറ്റ്, ഡസ് ട്രീ, ജസ് ജോൺ. അപ്പോൾ ഡസ് ജോൺ ലൈക്ക് ഐസ്ക്രീം. ജോൺ ലൈക്സ് ഐസ്ക്രീം ആണ്. ചോദ്യമായപ്പോൾ എന്തായി, ജോൺ ലൈക്സിൻ്റെ എസ് നമ്മൾ മാറ്റി ഡസ് ജോൺ ലൈക്ക് ഐസ്ക്രീം എന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഹി ഹാസ് എ കാർ എന്നുള്ള ചോദ്യമാകുമ്പോൾ ഹാസ് വേണ്ട, സ് എന്നുള്ള ശബ്ദം മാറ്റിക്കോ. കാരണം ഡസ്സിൽ അസ് എന്നുള്ള ശബ്ദമുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഹാസിലെ സ് എന്നുള്ള ശബ്ദം മാറ്റിയിട്ട് നമ്മൾ എന്താക്കി, ഡസ്സിലെ ഇസ് ആക്കി. ശരിക്കും അതാണ് സംഭവിക്കുന്നത്. ഡസ് ഹാവ് ആണ് ഈ ഇസ് എന്നുള്ള ശബ്ദം കൊടുത്ത് ഹാസ് ആക്കുന്നത്. ഹി ഹാസ് എ കാർ. ചോദ്യമാകുമ്പോൾ ഡസ് ഹി ഹാവ് എ കാർ എന്ന് ചോദിച്ചാൽ മതി. ഡസ് ഹി, ക്വസ്റ്റ്യൻ, ക്യൂ ആണ് ക്വസ്റ്റ്യൻ. ഡസ് ഹി ഹാവ് എ കാർ, ഡസ് ഹി ഹാവ് എ കാർ, ഡസ് ഷീ ഹാവ് എ കാർ. ഓക്കെ, ഡസ് ഇറ്റ് ഹാവ് എനി പ്രോബ്ലം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഡസ് ഇറ്റ് ഹാവ് എനി പ്രോബ്ലം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കമ്പ്യൂട്ടറിന് പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മളെങ്ങനെ ചോദിക്കും? ഇറ്റ് ഹാസ് എ പ്രോബ്ലം എന്നാണ് അതിൻ്റെ സെൻറ്റൻസ്. അതിനൊരു പ്രോബ്ലം ഉണ്ട്. ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഇറ്റ് ഡസ് ഹാവ് എ പ്രോബ്ലം എന്നതും അതിൻ്റെ സെൻറ്റൻസ് ആണ്. ഇറ്റ് ഹാസ് എ പ്രോബ്ലം എന്നുള്ളതിൻ്റെ സെയിം സാധനമാണ് എന്ത്? ഇറ്റ് ഡസ് ഹാവ് എ പ്രോബ്ലം. ഓക്കെ, ആ എസ് എന്നുള്ള ശബ്ദം വന്നത്, ഹാസിൻ്റെ എസ് എന്നുള്ള ശബ്ദം വന്നത് ഡസ് ഹാവിൻ്റെ എസ് ആണ്. ചോദ്യമാക്കുമ്പോൾ ഡസ് ഹാവ് ആണെന്നത് ഓർത്തിട്ട് ഡസ് ഇറ്റ് ഹാവ് എ പ്രോബ്ലം, ഡസ് ഇറ്റ് ഹാവ് എ പ്രോബ്ലം. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പറഞ്ഞ് പഠിക്കുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം, പറഞ്ഞു തരാം. ഓക്കെ, വീണ്ടും ഇത് പറഞ്ഞു പഠിക്കുക. പോസ് ചെയ്തിട്ട് വീണ്ടും പറഞ്ഞു പഠിക്കുക. ഇത് ഞാൻ ഒരു 3 സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സസൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. അവൾക്ക് പേന ഉണ്ട്. പേന. ഓക്കെ, അവൾക്ക് പേന ഉണ്ട്. ഉണ്ടായിരിക്കുന്ന ആളാണ് അവളാണ്. അവൾ എന്താണ്? ഷീ ആയതുകൊണ്ട് ഉണ്ട് എന്നുള്ളത് എന്താണ്? ഹാസ് ആണ് അല്ലേ? ഹാസ് ആണ്. ഹാസ് എഴുതുമ്പോൾ നിങ്ങൾ ഓർക്കുക അതെന്താണ് ശരിക്കും? ഷീ ഡസ് പ്ലസ് ഹാവ് ആണ്. ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. അതങ്ങനെ ഓർക്കുക. ഷീ ഹാസ് പേന. ഒരു പേന എന്നല്ലേ? എ എന്ന് പറയുന്നത് ഒരു. ഷീ ഹാസ് എ പെൻ. ഷീ ഹാസ് എ പെൻ. ഇനി അവൾക്ക് പേനയുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? അവൾക്ക് പേനയുണ്ടോ എന്നും കൂടെ ചോദിക്കണ്ടേ? ഷീ ഹാസ് എ പെൻ. അവൾക്ക് പേനയുണ്ട് എന്നതാണ്. ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഈ ഡസ് എടുത്ത് ഇപ്പുറത്തിട്ടാൽ മതി. അപ്പോൾ ഡസ് ഷീ ഹാവ് എ പെൻ. ഡസ് ഈ ഹാസിൽ നിന്ന് ഡസ് പോയി കഴിഞ്ഞാൽ എസ് എന്നുള്ള ശബ്ദം പോയി. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഹാവേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡസ് ഇവിടെ വന്നു. ഹാസിൽ നിന്ന് ഡസ് പോയി കഴിഞ്ഞാൽ ഹാവ് ആണ്. അപ്പോൾ ഡസ് ഷീ ഹാവ് എ പെൻ. ഡസ് ഷീ ഹാവ് എ പെൻ. ക്വസ്റ്റ്യൻ മാർക്ക് ഇടണേ. ഉണ്ടോ എന്ന് ചോദിക്കല്ലേ? അപ്പോൾ ഡസ് ഷീ ഹാവ് എ പെൻ. ഡസ് ഷീ ഹാവ് എ പെൻ. ഷീ ഹാസ് എ പെൻ എന്നുള്ള സെൻറ്റൻസ്, അവൾക്ക് പേന ഉണ്ട് എന്നുള്ള സെൻറ്റൻസ് നമ്മൾ എങ്ങനെ എഴുതി? ഷീ ഹാസ് എ പെൻ. ഹാസ് എന്നുള്ളത് ഡസ് പ്ലസ് ഹാവ് ആണ്. ആ ഡസ് നമ്മൾ ചോദ്യത്തിന് വേണ്ടി തിരിച്ചിട്ടു. ഡസ് പോയ ഹാസ് ഹാവ് ആണ്. അപ്പോൾ ഡസ് ഷീ ഹാവ് എ പെൻ. ഓക്കെ, ഡസ് ഷീ ഹാവ് എ പെൻ. നമുക്ക് അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. അവർക്ക് പനി ഉണ്ട്. പനി എന്ന് പറയുന്നത് എന്താ? ഫീവർ. നമുക്കറിയാം അല്ലേ? FEVER, ഫീവർ. അവർ എന്ന് പറയുമ്പോൾ എന്താണ്? ദേ. അവർ ദേ. ക്ലാസ് ഫോളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ദേ. ഉണ്ട് എന്നുള്ളത്
ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. അവർ എണ്ണത്തിൽ ഒന്നിലധികം ഉള്ളതുകൊണ്ട് ദേ ഹാവ് അല്ലേ, ദേ ഹാവ് ഫീവർ. ദേ ഹാവ് ഫീവർ. ഈ ഹാവ് എന്നുള്ള ശരിക്കും എന്താണ്? ഡു പ്ലസ് ഹാവ് ആണ്. ഡു പ്ലസ് ഹാവ്. ഡു പ്ലസ് ഹാവ് ആണ്. ഹാവ് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് ഹാവ് ആണ്. ഉണ്ട്, അവർക്ക് ഫീവർ ഉണ്ട്. അപ്പോൾ ഡു ദേ ഹാവിന്ന് ഡു പോയാലും ഹാവ് തന്നെ ബാക്കി. ഡു ദേ ഹാവ് ഫീവർ. അവർക്ക് ഫീവർ ഉണ്ടോ എന്ന ചോദ്യമായി. ഫീവർ ഉണ്ട് എന്നുള്ള സെൻറ്റൻസിനെ ഉണ്ടോ എന്നാക്കാൻ ഡു ദേ ഹാവ് ഫീവർ. അവരായതുകൊണ്ട് ഡു ദേ ഹാവ് ഫീവർ. ഓക്കെ, ചോദ്യം വരുമ്പോൾ ഉണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പോൾ എപ്പോഴും എന്താണ്? ഹാവ് ആണ് ഉപയോഗിക്കുക. ഡൂവും ഡസും എണ്ണത്തിനനുസരിച്ച് മാറും. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ഡൂവും ഡസും ആളുടെ എണ്ണത്തിനനുസരിച്ച്, എണ്ണത്തിൽ ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാരോ ആണോ എണ്ണത്തിൽ ഒന്നിലധികം വരുന്ന ആൾക്കാരാണോ എന്നുള്ള അടിസ്ഥാനത്തിൽ ഡു ഡസ് മാറും. എണ്ണത്തിൽ ഒന്നിലധികം വരുന്നവർക്ക് ഡു ദേ ഹാവ് ഫീവർ. ഹാവ് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഹാവ് തന്നെ എണ്ണത്തിൽ ഒറ്റയ്ക്ക് വരുന്നവർക്കും ഒന്നിലധികം വരുന്നവർക്കും. ഡു ദേ ഹാവ് ഫീവർ. ഡസ് ഷീ ഹാവ് ഫീവർ. അവൾക്ക് പനിയുണ്ടോയെന്ന് എങ്ങനെ ചോദിക്കും? ഡസ്. അവളായതുകൊണ്ട് ഡസ് ഷീ, അല്ലെങ്കിൽ ഹീ, അല്ലെങ്കിൽ ചൈൽഡ്. ചൈൽഡൊക്കെ എണ്ണത്തിൽ ഒന്ന് വരുന്നതല്ലേ. എന്താണ്? ഹാവ് ഫീവർ. FEVER ആണ് ഫീവർ. ചോദ്യചിഹ്നം ഇടണേ. ഡസ് ഷീ ഹാവ് ഫീവർ. ഡസ് ഹീ ഹാവ് ഫീവർ. ഡസ് ചൈൽഡ് ഹാവ് ഫീവർ. ദ ചൈൽഡ് നമ്മളെടുത്ത് പറയാം. ഡസ് ദ ചൈൽഡ് ഹാവ് ഫീവർ. അപ്പോൾ എണ്ണത്തിൽ ഒറ്റയ്ക്ക് വരുന്നവർക്ക് ഡസ് വെച്ച് ചോദ്യം ഉണ്ടാവും. ഉണ്ടോ എന്നുള്ളത് ഹാവ് തന്നെ അവശേഷിക്കും. ഉണ്ട് എന്ന സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഹാവോ ഹാസോ മാറണം. ഷീ ഹാസ് ഫീവർ. ഷീ ഹാസ് ഫീവർ. ചോദ്യം വരുമ്പോൾ ഡസ് ഷീ ഹാവ് ഫീവർ. ഡു ദേ ഹാവ് ഫീവർ. ഇതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണ്? ഡു ഐ ഹാവ് ഫീവർ. നമ്മൾ ഡോക്ടറോട് ചോദിക്കാം, എനിക്ക് പനിയുണ്ടോ? ഡു ഐ ഹാവ് ഫീവർ. ടെമ്പറേച്ചർ നോക്കിയിട്ട് എനിക്ക് ഫീവർ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഐ ഹാവ് ഫീവർ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം എനിക്ക് ഫീവർ ഉണ്ട്. ഐ ഡു ഹാവ് ഫീവർ. എനിക്ക് ഫീവർ ഉണ്ട്, അല്ലെങ്കിൽ ഐ ഹാവ് ഫീവർ. ചോദ്യമാക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴോ ഡു ഐ ഹാവ് ഫീവർ, എനിക്ക് ഫീവർ ഉണ്ടോ? ഡു ഐ ഹാവ് ഫീവർ. ഡു വി ഹാവ് ഫീവർ, ഞങ്ങൾക്ക് ഫീവർ ഉണ്ടോ? ഡു വി ഹാവ് ഫീവർ. ഡു ദേ ഹാവ് ഫീവർ, അവർക്ക് പനിയുണ്ടോ? ഡു ദേ ഹാവ് ഫീവർ. ഇപ്പോൾ നമ്മൾ കൊറോണയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരല്ലേ, അപ്പോൾ അവർക്ക് പനിയുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ എന്താ? ഡു ദേ ഹാവ് ഫീവർ. ഡു ദേ ഹാവ് കൊറോണ, അവർക്ക് കൊറോണ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു ദേ ഹാവ് കൊറോണ. ഡു ഐ ഹാവ് കൊറോണ, എനിക്ക് കൊറോണ ഉണ്ടോ? ഡു ഐ ഹാവ് കൊറോണ. നമ്മളൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമല്ലേ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഡു ഐ ഹാവ് കൊറോണ. ഡസ് ഷീ ഹാവ് കൊറോണ. ഡസ് ഹീ ഹാവ് കൊറോണ. ഡസ് ദ ചൈൽഡ് ഹാവ് കൊറോണ. ഡു ദ ചിൽഡ്രൻ. ചിൽഡ്രൻ വരുമ്പോൾ ഡു ആണ്. ചൈൽഡ് കുട്ടി, ചിൽഡ്രൻ കുട്ടികൾ, അതുകൊണ്ട് ഡു ചിൽഡ്രൻ അല്ലേ. ഡു ദ ചിൽഡ്രൻ ഹാവ് കൊറോണ. ഡു ദ ചിൽഡ്രൻ ഹാവ് ഫീവർ. ഓക്കെ, കൊറോണ ഒന്നും വരാതിരിക്കട്ടെ, ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. നമുക്കപ്പോൾ നിങ്ങൾക്ക് കമൻറ്റിൽ കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് 2 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ഓക്കെ, സോ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് കമൻ്റായിട്ട് എഴുതണം. ഞാൻ കുറച്ച് ക്ലൂ തരാം. അവർക്ക് ക്ലാസ് ഉണ്ടോ? അവർ എന്നുള്ളത് ദേ ആണ്. എണ്ണത്തിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ 4 കാര്യം എഴുതണം. 2 എണ്ണം ഉണ്ടെങ്കിൽ ആദ്യം ഇത് സെൻറ്റൻസ് ആക്കണം. ചോദ്യത്തിന് നിങ്ങൾക്ക് സെൻറ്റൻസ് ആക്കാമല്ലോ. അവർക്ക് ക്ലാസ് ഉണ്ടോ എന്നത് അവർക്ക് ക്ലാസ് ഉണ്ട് എന്ന സെൻറ്റൻസ് ആക്കണം. എന്നിട്ട് ഉണ്ടോ എന്നുള്ള രീതിയിലേക്ക് ചോദ്യം ആക്കണം. കുട്ടിക്ക് പരീക്ഷ ഉണ്ടോ? കുട്ടിക്ക് പരീക്ഷ ഉണ്ടോ? കുട്ടി എന്ന് പറയുന്നത് എന്താ? ചൈൽഡ്. ഓക്കെ, ചൈൽഡ്. ഉണ്ടോ? കുട്ടിക്ക് പരീക്ഷ ഉണ്ട്. പരീക്ഷ എന്നുള്ളത് എക്സാം അല്ലെങ്കിൽ ടെസ്റ്റ്. കുട്ടിക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ നിങ്ങൾ നോക്കുക. എണ്ണത്തിൽ എത്രയുണ്ട്? കുട്ടി എന്ന് പറയുമ്പോൾ ഒരാളാണ്. അവർ എന്ന് പറയുമ്പോൾ ഒന്നിലധികമാണ് അല്ലേ, ഒന്നിലധികം ആവാം. അപ്പോൾ കുട്ടിക്ക് പരീക്ഷ ഉണ്ട് എന്ന് ആദ്യം എഴുതുക, എന്നിട്ട് ഉണ്ടോ എന്നുള്ള രീതിയിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കമൻറ്റിൽ എഴുതുക. നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. വളരെ മോട്ടിവേറ്റിംഗ് ആണ്, വളരെ ഇൻസ്പയറിംഗ് ആണ്. സോ കീപ് വാച്ചിങ് ജയ് ലേൺ സ്പീക്ക് ഇംഗ്ലീഷ്. താങ്ക് യു.